ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ജീവിക്കണമെന്ന് അമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗാനന്തരം മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും കൂടി ബഹുമാനിയായ ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമ്മ കൂടിയായ ഉമ്മു ഐമൻ, പ്രവാചകന് വളരെയേറെ കടപ്പാടുള്ളൊരു സ്ത്രീ രത്നമാണ് ഉമ്മു ഐമൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിക്കടി സന്ദർശിക്കുന്നൊരു വ്യക്തിയാണ് ഉമ്മു ഐമൻ. ആ സന്ദർശനങ്ങളിൽ പലപ്പോഴും തൻ്റെ എടുത്തും വലത്തുമായി അബൂബക്കറും ഉമറും ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മു ഐമനെ സംബന്ധിച്ചിടത്തോളം ഈ മൂവർ സംഘത്തിൻ്റെ സന്ദർശനം അടിക്കടി ഉണ്ടാവുകയും ആ സന്ദർശനത്തിൽ വലിയ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ. ഈ റസൂലിൻ്റെ വിയോഗാനന്തരം പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും ഇവർ രണ്ടുപേരും മാത്രം കടന്നു വരുമ്പോൾ ഒരു മൂന്നാമൻ്റെ വിടവ് അവിടെയുണ്ട്. ആ ഒരു ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ടെന്ന വണ്ണം ഈ രണ്ടുപേരും കടന്നു വന്നപ്പോൾ കണ്ണുകൾ നിറഞ്ഞ് ഉമ്മു ഐമൻ കരയാൻ തുടങ്ങി. ഉമ്മു ഐമൻ്റെ കണ്ണീര് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അബൂബക്കറും ഉമറും പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലും ഉത്തമമായതിലേക്കാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ പ്രതിഫലങ്ങളിലേക്കാണല്ലോ കടന്നു പോയിരിക്കുന്നത്, പിന്നെ എന്തിന് നിങ്ങൾ സങ്കടപ്പെടണം എന്ന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതെനിക്കറിയാത്ത കാര്യമാണോ? റസൂലിന് ഇവിടത്തേതിനേക്കാൾ മികച്ച ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ നേട്ടങ്ങളിലേക്കാണ് റസൂൽ കടന്നു പോയത് എന്നതിൽ എനിക്ക് സന്ദേഹമുണ്ടോ? റസൂലിൻ്റെ വിയോഗമല്ല, ആ റസൂൽ വിയോഗത്തിലൂടെ ഉണ്ടാക്കിയൊരു ശൂന്യതയോ അല്ലെങ്കിൽ റസൂൽ പോയ നഷ്ടത്തിലേക്കാണെന്നോ ചിന്തിച്ചിട്ടല്ല ഞാൻ ഒരിക്കലും സങ്കടപ്പെട്ട് കരഞ്ഞത്. പക്ഷേ റസൂലിൻ്റെ വിയോഗത്തോടെ നമുക്കുണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചു പോയത്. അത് വഹിയാണ്. അള്ളാഹു ലൈവ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നൊരു ജീവിത സാഹചര്യമാണ് നമ്മൾ അനുഭവിച്ചത്. റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹികൾ നിലച്ചുപോയി എന്ന് ഓർക്കുമ്പോൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി കളഞ്ഞു എന്ന് അവർ പറഞ്ഞു നിർത്തുന്നിടത്ത് നിന്ന് രണ്ടുപേരും കരയാൻ തുടങ്ങിയാണ്. അങ്ങനെ 3 പേരും ഒരുമിച്ച് കരയുന്നൊരവസ്ഥയിലേക്ക് ആ രംഗം മാറി. കാരണം 3 പേർക്കും ഒരു തിരിച്ചറിവുണ്ടായത്, റസൂലിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായത് അള്ളാഹുവിൻ്റെ കൂടി സാമീപ്യമാണല്ലോ. അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടം, സദാ ഇടപെടുന്നു. ഏത് സാഹചര്യത്തിലും അള്ളാഹു ഇടപെട്ട് സംസാരിക്കുന്നു. റബ്ബ് നമ്മളോടൊപ്പം എന്ന പോലെ ഖുർആൻ നമ്മളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോഴാണ്. പക്ഷേ റസൂലിൻ്റെ വിയോഗത്തോടെ അവസാനിച്ചത് വഹീൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വഹീന് ഇല്ല എന്നുള്ള തിരിച്ചറിവിലാണ് അവർ സങ്കടപ്പെട്ട് കരയുന്നത്. ആ സങ്കടം നമ്മളെയും വേട്ടയാടേണ്ട ഒരു സങ്കടമാണ്. പക്ഷെ നമുക്ക് ആശ്വാസം എന്ന് പറയാൻ നമുക്ക് ആ ഖുർആൻ എന്നും അള്ളാഹു അവശേഷിപ്പിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതീർണമാകുമ്പോൾ മനസ്സിലുകളിൽ സൂക്ഷിക്കപ്പെട്ട ആ ഗ്രന്ഥം, പിന്നെ ഈ താളിയോലകളിലേക്കും പലകകളിലേക്കും എഴുതപ്പെട്ട ആ ഗ്രന്ഥം ഇനി നമുക്ക് ഏറ്റവും എളുപ്പം കൈകാര്യം ചെയ്യാവുന്ന വിധം ഏടുകളാക്കപ്പെട്ട് സുരക്ഷിതമാക്കി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വചനത്തിൻ്റെ നിഅമത്ത്, അതിൻ്റെ അതിൽ ഉൾക്കൊള്ളുന്ന മഹത്വം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാതെ പോകുന്ന സംഗതിയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹയാണ് വിശുദ്ധ ഖുർആൻ എന്നിരിക്കുമ്പോൾ ആ ഖുർആനിലേക്ക് മടങ്ങാൻ വേണ്ടിയാണല്ലോ ഈ റമദാൻ കൂടി കടന്നു വന്നത് എന്നത് അവസാന നിമിഷമെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമാണ്. നമ്മൾ നോക്കൂ, ഏത് വിഷയവും റമദാൻ മാസം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന എല്ലാ വിഷയങ്ങളും വന്നവസാനിക്കുന്നത് ഈ മഹാസമുദ്രത്തിലാണ്, വിശുദ്ധ ഖുർആനിലാണ്. നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യുന്നത് റമദാൻ മഹത്തായ മാസമാണെന്ന്. എന്തുകൊണ്ട് അതിൻ്റെ മഹത്വമെന്ന് ഖുർആൻ ആദ്യമേ പറഞ്ഞു വെച്ചു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയതാണ് അതിൻ്റെ മഹത്വമെന്ന്. നമ്മൾ അവസാനത്തിൽ തിരഞ്ഞു നടക്കുന്നത് ലൈലത്തുൽ ഖദ്റാണ്. എന്താണ് ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വമെന്ന് അതും ഖുർആൻ പറഞ്ഞു വെച്ചു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖദറിൻ്റെ രാത്രിയുടെ മഹത്വവും ഖുർആൻ അവതീർണമായി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വ്രതമനുഷ്ഠിക്കാൻ തുടങ്ങി.
ആദ്യം മുതലേ വ്രതം അനുഷ്ഠിക്കുന്നു, നോമ്പ് പിടിക്കുന്നു. എന്തിനാണല്ലേ? അല്ലക്കും തത്തക്കൂന, മുത്തക്കിയായ ഒരു ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി, തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം പരിശീലിക്കാൻ വേണ്ടി. എവിടെയാണ് തഖ്വയുള്ള ജീവിതം ഇരിക്കുന്നത്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അത് ഈ ഖുർആൻ പഠിപ്പിക്കുന്നതാണ് തഖ്വയുള്ള ജീവിതം. മുത്തഖിയാകാൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ വിവരണമാണ് ഖുർആൻ. ഈ റമദാനിന്റെ മാസത്തിന്റെ മഹത്വമാണ് ഖുർആൻ. ലൈലത്തുൽ ഖദറിന്റെ മഹത്വമാണ് ഖുർആൻ. അങ്ങനെ തഖ്വയാണെങ്കിലും നോമ്പാണെങ്കിലും ലൈലത്തുൽ ഖദർ ആണെങ്കിലും റമദാൻ മാസം ആകത്തുകയാണെങ്കിലും എല്ലാം വന്ന് അവസാനിക്കുന്നത് ഈ മഹാസമുദ്രത്തിലാണ്, വിശുദ്ധ ഖുർആനിൽ. ആ ഖുർആനിലേക്ക് മനുഷ്യനെ മടക്കി വിളിക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം എന്നും നമ്മൾ ആലോചിക്കാതെ പോയി. നമ്മൾ കൈയൊഴിഞ്ഞു പോയ ഗ്രന്ഥത്തിലേക്ക് മനുഷ്യന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ് വിശുദ്ധ റമദാനിൽ അല്ലാഹു നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ റമദാൻ വന്നു പോയിട്ടും അവസാനിച്ചിട്ട് നമുക്ക് അതിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ചിലരെങ്കിലും റമദാൻ വരുമ്പോൾ ഖുർആനിലേക്കൊക്കെ ഒന്ന് മടങ്ങണം, കുറച്ച് ഖുർആനൊക്കെ പാരായണം ചെയ്യണം, ഖുർആനികമായ സദസ്സുകളൊക്കെ അല്പം കഴിച്ചുകൂട്ടണം, ദിനിയായ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പ്രായോഗികവൽക്കരിക്കാറുമുണ്ട്. പക്ഷെ അതൊക്കെ തുടക്കത്തിനൊരു ആവശ്യത്തിൽ അതൊക്കെ തണുത്തു പോകുന്നതാണ് സാധാരണ കണ്ടുവരിക. റമദാന്റെ അവസാനങ്ങളിലേക്ക്, അവസാന ലാപ്പിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പിന്നെ ആവേശമാണ്, ഇതിൽ നിന്ന് പുറത്തു ചാടാനുള്ളത് തിടുക്കമാണ്. എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് 27-ാം രാവിന്റെ രാത്രിയിലെ ഒരു കലാശക്കൊട്ടോടുകൂടി എല്ലാം അവസാനിപ്പിച്ചിട്ട് പഴയതുപോലെ പഴയ ആഘോഷങ്ങളിലേക്ക്, പഴയ ഉത്സാഹങ്ങളിലേക്ക്, പഴയ മീറ്റിങ്ങുകളിലേക്ക്, പഴയ കമ്മിറ്റികളിലേക്ക്, ആൾക്കൂട്ടങ്ങളിലേക്ക്, ആ ഓളപ്പരപ്പിലേക്ക് നമുക്കും ഇറങ്ങിച്ചെല്ലണമെന്നുള്ള ഒരു ആവേശമാണ്, ആ ഒരു ടെൻഡൻസിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഖുർആനിലേക്ക് ഇനി മടങ്ങണം, ഖുർആനികമായി ഇനി ജീവിക്കണമെന്ന പ്രതിജ്ഞാബദ്ധമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇന്ന്. ഖുർആനിലേക്ക് മടങ്ങുക, ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. ഖുർആൻ വലിയൊരു താക്കീതാണ്. വിശുദ്ധ ഖുർആൻ വലിയൊരു മുന്നറിയിപ്പും താക്കീതുമായി കടന്നു വന്ന വിശുദ്ധ ഖുർആൻ നമ്മൾ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു വിശുദ്ധ റമദാൻ മാസത്തെ കൂടി. അതിനുവേണ്ടി റമദാൻ കൂടി ഖുർആനിലേക്ക് മടങ്ങുക. ഇനിയും നിങ്ങൾക്ക് നേരമായില്ലെന്ന് അള്ളാഹു ചോദിക്കുന്നത്. അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. വിശുദ്ധ ഖുർആൻ ഇനിയും നിങ്ങൾക്ക് നേരമായില്ലേ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങാൻ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതഅല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനങ്ങളെപ്പോലെ നിങ്ങൾ ആകരുത്. പൂർവികരായ സമൂഹം, അവർക്ക് വേദങ്ങൾ നൽകപ്പെട്ടിരുന്നു. ആ വേദങ്ങൾ നൽകപ്പെട്ട ആ സമൂഹം വേദം കിട്ടിയ ആദ്യഘട്ടങ്ങൾ അവർക്ക് ആവേശത്തോടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. വേദം കിട്ടുമ്പോൾ വേദത്തിന്റെ പ്രവാചകന്മാർ കടന്നു വന്നു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വേദങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആദ്യം ആവേശം കാണിച്ചവർ പിന്നെ കാലപ്പഴക്കമുണ്ടായപ്പോൾ അതിനെ പാടെ അവഗണിച്ചു കളഞ്ഞു. മസലുൽ ലദീന ഹമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ എന്ന് വിശുദ്ധ ഖുർആൻ. ഏതുപോലെ കഴുതകൾ പുസ്തകങ്ങൾ ചുമക്കുന്നത് പോലെ മനുഷ്യൻ തലയിൽ ചുമന്ന് നടക്കുന്ന കെട്ടുകളായി ഏടുകൾ മാറിപ്പോയി. ഈ പൂർവികരായ ജനങ്ങൾക്ക് കൊടുത്ത വേദങ്ങൾ അവർ കഴുതകൾ ഗ്രന്ഥം ചുമക്കുന്നത് പോലെയായി മാറി. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പഠിക്കാനോ പകർത്താനോ തയ്യാറില്ലാതെ വെറുതെ ചുമന്നുകൊണ്ട് നടന്നു പലകകൾ, അൽവാഹുകൾ തൗറാത്തിന്റെ. അതുപോലെ പൂർവികരായ സമൂഹങ്ങൾ അവരെ വേദങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു. ഇത് നമ്മളെ ഖുർആനാണ്, കുട്ടികളെ പഠിപ്പിക്കണം, ഈ പുസ്തകം പള്ളിക്കകത്ത് വെക്കണം, മദ്രസയ്ക്കകത്തിരിക്കണം, അലമാരിയിൽ ഒന്നിരിക്കട്ടെ. ഇങ്ങനെ നമുക്ക് ചുമന്നുകൊണ്ട് നടക്കാനുള്ള ഒരു പുസ്തകമായി പൂർവികരെ പോലെ നമ്മളും കണക്കാക്കുകയാണോ? അവർക്ക് കാലപ്പഴക്കമുണ്ടായപ്പോൾ അവർ ഹൃദയങ്ങൾക്ക് അടുത്തുപോയപ്പോൾ വേദവാക്യങ്ങൾ അവർക്ക് ഹൃദയങ്ങളിലേക്ക് കയറിയില്ല, അവർക്ക് ആലോചിക്കാൻ തയ്യാറില്ല. അതുപോലെ നിങ്ങളാകരുതേ, നിങ്ങൾക്കിനി നേരമായില്ലേ എന്നാലും എന്ന്. എത്രയേറെ മനുഷ്യന്മാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന, ഖുർആനിലേക്ക് കൊണ്ടുവന്ന വാചകമാണെന്നറിയുമോ നിങ്ങൾക്ക്? ഈ ഒറ്റ വാക്ക് എത്രയേറെ മനുഷ്യർ, ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലെയുള്ള ഏറ്റവും വലിയ കഠിനനായ കൊള്ളക്കാരനെ പോലും മനസ്സാക്ഷി മരവിച്ചു പോയി. വഴിക്കൊള്ളക്കാരനായി മനുഷ്യന്മാരെ ക്രൂരമായി വെട്ടുവീഴ്ത്തിയിട്ട് കാൽപ്പണത്തിനും മുക്കാപ്പണത്തിനും വേണ്ടി കൊല ചെയ്യാൻ പോലും മടിക്കാത്ത അരുങ്കലകൾ കൊണ്ട് രാത്രിയെ രക്തമയമാക്കിക്കൊണ്ട് കൊള്ള സമ്പാദ്യം കൊണ്ട് ജീവിച്ച് നടന്നൊരു മനുഷ്യൻ, ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലൊരു മനുഷ്യനെ ഇരു ഹറമുകളുടെയും ഇമാമാക്കി മാറ്റിയത് ഒരൊറ്റ വാക്ക്, അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി എന്ന്. ഈ നട്ടപ്പാതിരാത്രി ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ കെട്ടുപോയ വാചകം, ഇനിയും നിനക്ക് നേരമായില്ലേ എന്ന ആ വാചകമുണ്ടല്ലോ. ഫുദൈൽ ഇബ്നു ഇയാദിനെ പോലെയുള്ള ഒരു കള്ളനെ പോലും മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ, സംസ്കരിക്കുന്നുണ്ട് എങ്കിൽ ആ ആയത്തുകൾ നമ്മളെ ഒരു ലേശം പോലും ബാധിച്ചിട്ടില്ല. നമ്മളെ ഒരു കാരണവശാലും ഇതൊന്നും തെല്ലും ബാധിക്കാതെ പോകുന്നു എന്നതാണ് അത്ഭുതം. ആ മനുഷ്യന്റെ കാലിരുമ്പ് പോലെയുള്ള ഹൃദയത്തെ പോലും മഞ്ഞുപോലെ ഉരുക്കിയിട്ട് അള്ളാഹുവിന്റെ സന്മാർഗത്തിലേക്ക് ആ മനുഷ്യൻ മടങ്ങി വരാൻ ഒരു വാചകം മതിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി തിട്ടൂരമിട്ടിട്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പുറപ്പെട്ട മനുഷ്യന്റെ മുമ്പിലേക്ക് തടയായി നിന്നത് കൂടപ്പുറപ്പാണ്.
ആദ്യം വീട് നന്നാക്കാൻ നിന്റെ സഹോദരി ഫാത്തിമ ഇസ്ലാമിലാണ്, ആ മുഹമ്മദിന്റെ അനുയായിയാണ്, നിങ്ങളെ അളിയനും ആ മാർഗത്തിലാണ് ഉള്ളത്. അങ്ങനെ കുടുംബത്തിലുള്ളവരൊക്കെയും ആ മനുഷ്യന്റെ പിറകിൽ നിൽക്കുന്ന നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ആര് തലയെടുക്കാനാ പോകുന്നതെന്ന്. അതുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയ മനുഷ്യൻ തന്റെ സഹോദരിയെ ക്രൂരമായി മർദ്ദിച്ചു, തന്റെ അളിയനെ ക്രൂരമായി മർദ്ദിച്ചു. ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലൊരു മഹാമനുഷ്യൻ ആ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം സഹോദരൻ മൂക്ക് പൊട്ടി വായിലൂടെ ചോര ഒരുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അല്പം അലിവ് തോന്നിയിട്ട്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? പാരമ്പര്യമുള്ള ഒരു വിശ്വാസം നമുക്കില്ലേ? ആ വിശ്വാസത്തിലൂടെ പോയ ഒരു പുതിയൊരു ആശയത്തെ, ഒരു നവചിന്താഗതിയെ എന്തിന് സ്വീകരിക്കണം? എന്തിന് എൻ്റെ കയ്യിൽ അടിമാക്കണം? നിങ്ങൾ എന്തിന് ഈ അവസ്ഥ ഉണ്ടാക്കണം? ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്ന് ഒരല്പമെങ്കിലും മനസാക്ഷി ഉണർന്നത് ഉമറിന്റെ സഹോദരിയുടെ മൂക്ക് പൊട്ടിയിട്ട് വായിലൂടെ ചോര ഒലിക്കുന്ന കണ്ടപ്പോഴാണ്. ആ ഒരു മനസ്താപം തോന്നിയിട്ട് അയഞ്ഞ് ഒരു പരുവത്തിനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്ന് കേട്ടു നോക്കാൻ, നമ്മൾ എന്തുകൊണ്ട് വിശ്വസിച്ചു എന്ന്, എന്തുകൊണ്ട് ആ മനുഷ്യന്റെ പിറകിൽ നിന്നു എന്ന് ഒരു ന്യായം ചോദിക്കണ്ടേ? ഉമറെ, നീ എന്റെ കൂടപ്പുറപ്പല്ലേ, എന്തിനെന്ന് ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണെന്ന് പഠിപ്പിക്കണ്ടേ? അതൊക്കെ ആലോചിച്ചിട്ടല്ലേ വിമർശിക്കേണ്ടത്, കുറ്റപ്പെടുത്തേണ്ടത്, ശകാരിക്കേണ്ടത്, വേട്ടയാടേണ്ടത്? എന്നാ പിന്നെ കൊണ്ടുവരും, ഞാനും കേൾക്കട്ടെ എന്ന്. അല്പം കേട്ടു നോക്കാന്ന് സൂറത്ത് ത്വാഹ ഓതി കൊടുത്തു. ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സ്വലാത്തി ലിദിക്രി എന്ന് ആയത്തിലേക്ക് എത്തിയപ്പോൾ ഉമർ ഫ്ലാറ്റായി, അവിടെ വീഴാൻ കഴിഞ്ഞു. ഉമർ എന്ന ഒരു ഗുണ്ട അവിടെ അവസാനിക്കാണ്. അതുവരെയുള്ള ഉമറിന്റെ ചരിത്രം മാറി ഒരൊറ്റ വാചകത്തിലൂടെ. വിശുദ്ധ ഖുർആൻ കേട്ട് കഴിഞ്ഞ ആ മനുഷ്യൻ അതുവരെയുള്ള ഉമറിനെയല്ല പിന്നെ ലോകം കാണുന്നത്. അന്ന് വരെ ജീവിച്ച ഉമറും അതിനുശേഷമുള്ള ഉമറിന്റെയും ചരിത്രം രണ്ടാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, വിശുദ്ധ ഖുർആൻ. അതാണ് പരിവർത്തനം എന്നുള്ളത്. ആ ഖുർആൻ കൊണ്ടുവരേണ്ട പരിവർത്തനമാണ് റമദാൻ ഓർമ്മപ്പെടുത്തി പോകുന്നത്. ഉമറിനെ പോലെയുള്ള കാല ചന്തയിൽ ഒരു ഗുണ്ടയെ കൊണ്ടുവന്നിട്ട് ലോകത്തിന് നെറുകയിൽ നിർത്തിയിട്ട് ലോകത്ത് കടന്നുപോയ ചരിത്ര പുരുഷന്മാരെല്ലാം ഉമറിനെ പോലൊരു ന്യായാധിപൻ, ഉമറിനെ പോലൊരു നീതിമാൻ, ഉമറിനെ പോലൊരു ഭരണാധികാരി എന്ന് പറയുന്നൊരു സാഹചര്യം ലോകത്ത് ഇന്നും ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ മഹത്വമെല്ലാം ചെന്ന് അവസാനിക്കുന്നത് വിശുദ്ധ ഖുർആന്റെ വാക്കുകളിൽ. ഈ ഖുർആനകത്താണ്. ഉമറിനെ സൃഷ്ടിക്കാൻ അന്ന് ഖുർആൻ കഴിഞ്ഞു, പക്ഷെ ഇന്ന് ഉമറുകൾ ഉണ്ടാവുന്നില്ല. പക്ഷെ ഖുർആൻ ഇന്നുമുണ്ട് നമ്മുടെ അലമാലയിൽ. നമ്മുടെ പള്ളിക്കകത്ത് അലങ്കാരമായി ഖുർആൻ ഇരിക്കുന്നു, ഉമറിനെ എങ്ങും കാണാനില്ല. എന്തുകൊണ്ടാണ്? ഈ ഖുർആൻ പഠിക്കാനോ ജീവിതത്തിൽ പകർത്താനോ തയ്യാറുള്ള സമൂഹം അവശേഷിക്കുന്നില്ലെന്ന് ഇവിടെ. ഇത് കൊണ്ടു നടക്കാൻ മാത്രം കുറച്ച് ആൾക്കാർ, അതിനു വേണ്ടിയോ വിശുദ്ധ ഖുർആൻ? ആലോചിക്കണ്ടേ? ഇത് മരണ വീട്ടിൽ പാരായണം ചെയ്ത് കയ്യിൽ കൈശ വാങ്ങി കീശയിൽ വെച്ചുകൊണ്ട് കടന്നു പോകേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖബറിന്റെ അടുക്കൽ ഇരുന്ന് ഓതാനോ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക്? അല്ലല്ലോ. മനുഷ്യർ ജീവിക്കുന്ന മനുഷ്യന് വഴി കാണിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നത്. അല്ലാഹുല്ലദീ നസ്സല അഹ്സനൽ ഹദീസ കിതാബൻ മുതശാബിയൻ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. എത്ര മനോഹരമായ വാക്കുകളാണ് അല്ലാഹു അവതീർണമാക്കിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ വാചകങ്ങൾ വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഖുർആനിലേക്ക് വാ. അതിന്റെ വാചകങ്ങൾ, ഘടനകൾ, അതിന്റെ ആശയങ്ങൾ, അതിന്റെ ഉള്ളടക്കങ്ങൾ ലബീദിനെ പോലെ കൊടിവെച്ച സാഹിത്യകാരൻ സബൂൽ മുബിഖാത്ത് എന്ന് പറഞ്ഞ് പഴയ പുരാതനമായ അറേബ്യയിലെ 7 സപ്തകവികളുണ്ട്. ആ സപ്തകവികളോട് വെല്ലുവിളിക്കാൻ പോയിട്ട് അവരെ സാഹിത്യത്തിന്റെ മനോഹാരിത മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അറബ് ലോകം നിന്നിട്ടുണ്ട്. അത്രയും നൈപുണ്യമുള്ള സാഹിത്യകാരന്മാർ. അതിലേറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ലബീദ്, ഒന്നാമൻ ലബീദ് 7 സപ്തകവികളിൽ ഏറ്റവും മുമ്പനായ ലബീദ് പോലും ഇസ്ലാമിൽ വന്നു കഴിയുമ്പോൾ ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് സാഹിത്യങ്ങൾ പുറത്തു വരുന്നില്ല? നിങ്ങളുടെ സാഹിത്യ സൃഷ്ടികൾ വരുന്നില്ല, കവിതകൾ രചിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ സാഹിത്യ മേഖല നിങ്ങളുടെ സംഭാവനകൾ പുതുതായി ഉണ്ടാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, ഈ ഖുർആന്റെ മുമ്പിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ വിളക്ക് കത്തിച്ചു വെക്കുന്നത് എങ്ങനെയെന്നാണ് മനുഷ്യൻ ചോദിക്കുന്നത്. സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് എന്ന് മനോഹരമായ സാഹിത്യ സൃഷ്ടിയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സാഹിത്യ ഗ്രന്ഥമെന്നല്ല അർത്ഥം. സാഹിത്യം പഠിപ്പിക്കാൻ വന്നതല്ലേ. അതിന്റെ ഓരോ വാചകങ്ങളും അതിന്റെ ഓരോ വാക്കുകളും ആകർഷണമാണ്, മനോഹരമാണ്. അത്രയും മനോഹരമായിട്ട് അഹ്സനുൽ ഹദീസ്, ഏറ്റവും മനോഹരമായ ഭാഷണം അത് ഖുർആനാണെന്ന്. അത് ഖുർആനാണ്. ആവർത്തനത്തോടുകൂടി അത് പല ആയത്തുകളും ആവർത്തിക്കുന്നുണ്ട്. പല ആയത്തുകളും റിപ്പീറ്റാണത്. ഓരോ ഘട്ടത്തിൽ ഇത് ആവർത്തിച്ച് പറയുമ്പോഴും അതിൻ്റെതായ പുതുമയുണ്ട്, അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്, അതിൻ്റെതായ വശ്യതയുണ്ട്. അത് ആവർത്തിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്, വാചകങ്ങളാണ് വിശുദ്ധ ഖുർആൻ. തഖ്ശഇറു മിൻഹുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, റബ്ബ് എന്ന ചിന്തയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ കേട്ട് കഴിയുമ്പോൾ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അവന് രോമാഞ്ചമുണ്ടാകുമെന്ന്. അവന് രോമാഞ്ചമുണ്ടാകും. അവന്റെ ത്വക്കുകൾ പോലും പറയാറുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഹൃദയങ്ങൾ പിടയ്ക്കും. അത്രമേൽ വശ്യമായ വാചകങ്ങളാണ് വിശുദ്ധ ഖുർആന്റേത്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. പിന്നൊരു ഒഴുക്കാണ്.
യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിശ്വാസി ഖുർആൻ സ്റ്റഡി ചെയ്യുമ്പോൾ, ഖുർആന്റെ അർത്ഥങ്ങളിലേക്ക്, അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവൻ്റെ ഉടലും അവൻ്റെ ഹൃദയവും അവൻ്റെ ഉള്ളും പുറവും ഒരുപോലെ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാ അവസ്ഥ എന്നുള്ളത്, ഇതാ വിശ്വാസിക്ക് വരേണ്ടത്. നമുക്കിവിടെ ഉണ്ടായി ഹബശയുടെ രാജാവ് നജ്ജാഷിക്ക് പോലും, ആ നജ്ജാഷിയുടെ മുമ്പിൽ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട്, ഈ മക്കയിൽ നിന്ന് വന്ന ആൾക്കാരെല്ലാം അവിടുത്തെ ആഭ്യന്തര പ്രശ്നക്കാരാണ്, കുഴപ്പക്കാരാണ്, നിങ്ങൾ അഭയം കൊടുത്തത് അബദ്ധമാണ്, ഇവർ വലിയ തീവ്ര ഗ്രൂപ്പുകളാണ്, ഈ തീവ്ര സംഘത്തിന് അഭയം കൊടുക്കരുത് എന്ന് അംർ ബിൻ ആസ് അടക്കമുള്ള ആൾക്കാർ മക്കയിൽ നിന്ന് വന്നിട്ട് ഹബശയിലെ രാജാവിനോട് മെസ്സേജ് കൊടുക്കുമ്പോൾ അവർ ഒഴിവാക്കണം, നിങ്ങൾ അഭയം കൊടുക്കല്ലെന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങളുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും വന്ന് നിങ്ങളെക്കുറിച്ച് ചിലതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഹബശയിൽ നിങ്ങൾക്ക് അഭയമില്ല, ഇറങ്ങണം എന്ന് പറഞ്ഞ നിമിഷത്തിൽ ഞങ്ങൾ കൂടി കേൾക്കണ്ടേ? നിങ്ങൾ നമ്മുടെ നാട്ടുകാർ ഇവിടെ വന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ അഭയാർത്ഥികളായി വന്ന നമ്മളെ കൂടി നിങ്ങൾ കേൾക്കണ്ടേ എന്ന് ജാഫർ ബിൻ അബി ത്വാലിബ് എന്ന് നിങ്ങൾ പറയാൻ, എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പറഞ്ഞ വിമർശനങ്ങളൊന്നും സത്യമല്ല എന്ന് പറയാനുള്ളത്? അവിടെ എഴുന്നേറ്റ് മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച ആൾക്കാരാണെന്ന്. നമ്മൾ കുറെ തമ്മിത്തല്ലുമായി ചീത്ത വിളിച്ചും പരിഹസിച്ചും കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെയും നടന്നൊരു സമൂഹമാണ്. എന്തിനും ഏതിനും ആയുധമെടുത്തവരാണ്. അങ്ങനെ ജീവിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റസൂൽ വന്ന് പഠിപ്പിച്ച സത്യം മാത്രമേ പറയാവൂ. നീതിപൂർവ്വം പ്രവർത്തിക്കണം, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം, അങ്ങനെ പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല, സമ്പത്തിൽ അന്യായം കാണിക്കാൻ പാടില്ല. ഇത്തരത്തിൽ കുറെ നന്മകൾ പഠിപ്പിച്ചു. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയതോ തെറ്റെന്ന്? ഇതൊക്കെ പഠിപ്പിച്ചത് എവിടെ നിന്നെന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സന്ദേശങ്ങളാണ് നമ്മുടെ നായകൻ നമ്മളെ പഠിപ്പിച്ചതെന്ന് അല്പം കേൾപ്പിക്കാൻ, കുറച്ച് ഭാഗങ്ങൾ കേൾപ്പിക്കാൻ. അങ്കബൂത്ത്, റൂമ് തുടങ്ങിയിട്ടുള്ള ചില അധ്യായങ്ങളുടെ ഭാഗങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ ഓതപ്പെട്ടു. റസൂൽ, നിങ്ങളുടെ പ്രവാചകന്മാർക്ക് ഇറങ്ങിയതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. അവർ പൂർവ്വവേദത്തിന്റെ ആൾക്കാരാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങിയ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ജാഫർ ബിൻ അബി ത്വാലിബ് ഓതി വെക്കുമ്പോൾ ആ ആയത്തുകളുടെ മുമ്പിൽ വിതുമ്പിക്കരഞ്ഞു പോയി ഹബശയുടെ രാജാവ് നജ്ജാഷി. അതുവരെ മുസ്ലിം ആയിട്ടില്ല മനുഷ്യൻ. ആ ആയത്തുകളുടെ മുമ്പിലാണ് ആ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. നോക്കൂ നിങ്ങൾ, ആ മനുഷ്യന് പോലും, എന്തിനേറെ ജിന്നുകൾ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങൾ കേൾക്കാൻ, ഖുർആൻ കാതൂർക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ സദസ്സിലേക്ക് കടന്നു വന്നു. അവർ പറഞ്ഞു, വലിയ അത്ഭുതകരമായ വചനങ്ങൾ ഞങ്ങൾ കേട്ടുപോയി എന്ന്. ഈ വലിയ അത്ഭുതകരമായ വചനങ്ങൾ ആരെയും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന, സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശേഷിയുള്ള മഹത്തായ വചനങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന് ജിന്നുകൾ പോലും പറഞ്ഞുപോയി. പക്ഷെ നമുക്കത് ഏഷുന്നില്ല. ഈ വാക്കുകൾ, ഈ വാചനങ്ങൾ നമ്മൾ ഏഷുന്നില്ല. ഇതാ നമ്മുടെ അവസ്ഥ എന്നുള്ളത്. അത് മാറണം. ഖുർആനിലേക്ക് വരാൻ, ആ ഖുർആന്റെ ഓരോ ആശയങ്ങളും ഓരോ വാചകങ്ങളും നമ്മൾ എടുത്ത് ചിന്തിപ്പിക്കണ്ടേ? ഈ വിശുദ്ധ ഖുർആൻ പോലെ ഒരു വഴികാട്ടി, ഒരു കൂട്ടുകാരൻ, ഒരു ഗുണകാംക്ഷി, ഒരു രക്ഷകർത്താവ്, ഒരു കൂട്ടുകാരൻ, ഒരു സഹായി, ഒരു സാന്ത്വനപ്പെടുത്തുന്ന ഒരു നല്ല ഒരു ചങ്ങാതി ആരാ ഉള്ളത്? ഒരു വിശ്വാസിക്ക് എപ്പോഴും ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ നമുക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? റബ്ബിനെ നമുക്ക് ഒപ്പം നിർത്തണോ? ഖുർആൻ കയ്യിലെടുക്കുക. അള്ളാഹുവാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. റബ്ബിന്റെ വാക്കല്ലേ ഇത്? ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ വാചകങ്ങളാണ്, അള്ളാഹുവിന്റെ കലാമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അവൻ ആവശ്യമായതെല്ലാം നിർദ്ദേശിക്കുന്ന ഒരു ഉപദേഷ്ടാവിനെ കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ. മനുഷ്യനെ അക്ഷരം പഠിപ്പിക്കുന്ന, ആദ്യ അക്ഷരം മുതൽ ജീവിതത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന അധ്യാപകനെ കാണാൻ കഴിയും വിശുദ്ധ ഖുർആനിൽ. സങ്കടങ്ങൾ വന്ന്, നീറുന്ന നൊമ്പരങ്ങൾ വന്ന് മനസ്സുറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിന് മുറിവ്, ആ ഏറ്റ മുറിവുകൾക്ക് മരുന്ന് പുരട്ടുന്ന ഒരു മരുന്നായിട്ടും വിശുദ്ധ ഖുർആനെ കാണാൻ കഴിയും. ശിഫാഉ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവിനുള്ള മരുന്ന് കൂടിയാണ് ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ. ദിശ അറിയാതെ എങ്ങോട്ട് പോകണം, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നറിയാതെ, നന്മ ഏത് തിന്മ ഏതെന്നറിയാതെ മനുഷ്യൻ പ്രതിസന്ധിയിലാകുമ്പോൾ നന്മയുടെ വഴി കാണിക്കുന്ന, വെളിച്ചം വീശുന്ന വിളക്ക് കൂടിയാണ് സിറാജം മുനീറ. അതുകൂടിയാണ് വിശുദ്ധ ഖുർആൻ എന്ന്. നമുക്കൊരു കൂട്ടുകാരനായി നിൽക്കാൻ, നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതി, സങ്കടങ്ങൾ നമ്മൾ വിട്ടുപോകാത്ത കൂട്ടുകാരൻ വിശുദ്ധ ഖുർആൻ, മുന്നോട്ട് നയിക്കുന്ന വഴികാട്ടി വിശുദ്ധ ഖുർആൻ, നമ്മളെ ഗുണദോഷിക്കുന്ന രക്ഷകർത്താവ് വിശുദ്ധ ഖുർആൻ, നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ വിശുദ്ധ ഖുർആൻ എല്ലാമാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ശകാരിക്കുന്ന, നമ്മൾ താക്കീത് ചെയ്യുന്ന, നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന, നമ്മൾ വഴക്ക് പറയുന്ന ഒരു നാസിഹ കൂടിയാണ് വിശുദ്ധ ഖുർആൻ. എത്ര വഴക്കാണ് നമ്മൾ ഖുർആൻ പറയുന്നത്? പാടില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. തിൽക ഹുദൂദുല്ലാഹ്, അതൊക്കെ അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്, ലംഘിക്കാൻ പാടില്ല. വ്യഭിചാരത്തിലേക്ക് പോകല്ലേ, ചീത്തയായ കാര്യങ്ങൾ, അത് പരോക്ഷമാകട്ടെ ബാഹ്യമാകട്ടെ തിന്മയാണെങ്കിൽ അടുക്കലെ മനുഷ്യരെ പാടില്ല, പോകാൻ പാടില്ല, അങ്ങോട്ട് പോകല്ലേ എന്ന് ഖുർആൻ സംസാരിക്കുന്നു.
ഏത് വിഷയത്തിലും നമ്മൾ ഏത് മേഖലയിലും ഖുർആൻ നമുക്കൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാണ്. ഒപ്പം നിർത്താൻ നമ്മൾ തയ്യാറാകണ്ടേ. എന്ന് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മുഅ്മിനാകണ്ടേ? നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ മുഅ്മിനാകുന്നതെന്ന് അറിയുമോ? നിങ്ങൾ യഥാർത്ഥ മുഅ്മിൻ നിങ്ങൾ ആകണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനാണ്. നിങ്ങളുടെ ഇച്ഛകൾ പോലും, നമുക്ക് മോഹങ്ങളുണ്ട്, ഇച്ഛകളുണ്ട്. ഇച്ഛകളില്ലാത്ത മനുഷ്യനില്ല. ഈ ഇച്ഛകളെ നിരാകരിക്കാൻ മനുഷ്യനെ കൊണ്ടാവില്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമുക്ക് മോഹങ്ങൾ ഉണ്ടാകും, താല്പര്യങ്ങളുണ്ടാകും, പല കാര്യങ്ങളോടും ആശയുണ്ടാകും. അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ആവേശവും നമുക്കുണ്ടാകും. പക്ഷേ ആശകൾ ഉണ്ടാകട്ടെ, മോഹങ്ങൾ ഉണ്ടാകട്ടെ, ഇച്ഛകൾ ഉണ്ടാകട്ടെ. പക്ഷെ ആ ഇച്ഛകളും മോഹങ്ങളും ആശകളും ഒന്നും തന്നെ ഖുർആനികമല്ലാതായി മാറാൻ പാടില്ല. അതിനെ ഖുർആനികമാക്കി മാറ്റുക എന്നതാണ് വിശ്വാസി പുലർത്തേണ്ടത്. അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു അനുവദിക്കുന്നുണ്ടോ? റബ്ബ് ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു? ഏത് കാര്യവും നമ്മുടെ ആഗ്രഹങ്ങളെ പോലും ഖുർആനികമാക്കി മാറ്റുക, അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ ജീവിക്കാൻ വേണ്ടിയാ, ഓതാൻ വേണ്ടിയല്ല. അതാ ജനങ്ങൾ മനസ്സിലാക്കി. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ ഖുർആൻ ഇറങ്ങിയത് ജീവിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഫത്തഖദു ദിറാസതഹു അമല എന്ന് അവരത് പഠിക്കുന്നതാണ് ജോലിയാക്കി മാറ്റിയത് എന്ന്. പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്, വായനയല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. ആ വായന പോലും പറഞ്ഞത് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി വിശുദ്ധ ഖുർആൻ അവതീർണമായത്. അത് ഓരോ നിമിഷത്തിലും അതിൻ്റെ വാചകങ്ങൾക്കനുസൃതമായി ജീവിതത്തെ മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ മാറ്റിയവരാ സഹാബാക്കള്. ആലോചിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വാചകങ്ങൾ ഏതിറങ്ങിയാലും അവർ ആ ഒരു അവസ്ഥയിലെ കേൾക്കുക. ലാ തർഫു അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന ആയത്തിറങ്ങി. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ലാ തർഫു അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങൾ റസൂലിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല റസൂലിന് മുമ്പിലെന്ന്. റസൂലിന്റെ ജീവിതം നമുക്കറിയാം. ഖുർആൻ പറഞ്ഞതുപോലെ വലൗ കുന്ത ഫളൻ ഖലീലൽ ഖൽബി ലംഫദു മിൻ ഹൗലിക ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അത് ആദ്യം പറയുന്നത് അള്ളാഹുവിന് വലിയൊരു കാരുണ്യമായിരുന്നു റസൂലിന്റെ ഈ സ്വഭാവ ശൈലി എന്നുള്ളത്. വലിയ മയമാണ്. വളരെ മാന്യമായി ജനങ്ങളോട് കൈകാര്യം ചെയ്തത്. റസൂലാണ്, ഞാൻ ദൈവത്തിന്റെ ദൂതനാണ്, വഹി ഇറങ്ങുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ അനുസരിക്കും എന്നൊരു തിട്ടൂരം ഉണ്ടായിരുന്നില്ല റസൂലിന്. ജനങ്ങളോടൊപ്പം ചർച്ച ചെയ്യാണ്, കാര്യങ്ങൾ പറയാൻ. അവർക്ക് നബിയുടെ മുമ്പിൽ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സഹാബാക്കൾക്ക് റസൂലിന് മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയും. ചില വിഷയങ്ങൾ പ്രവാചകൻ അവരോട് ആലോചിക്കും. ആലോചിച്ചിട്ട് അവരുടെ സൈഡിൽ നിന്ന് വരുന്ന അഭിപ്രായത്തെ റസൂൽ എടുക്കും, അതൊരു തീരുമാനമായി പ്രഖ്യാപിക്കും. അങ്ങനെ വഹിയിറങ്ങുന്നൊരു പ്രവാചകന്റെ മുമ്പിൽ പോലും യഥേഷ്ടം അഭിപ്രായം പറയാനുള്ള ഒരു അവസ്ഥയിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു സമൂഹത്തിന്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമുക്ക് ചിലപ്പോഴൊക്കെ മിസ്യൂസ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് എല്ലായിടത്തും കാണുന്ന കാര്യമാണ്. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മളൽപ്പം ഇടം കൊടുക്കുമ്പോൾ വരുന്ന ആളൽപ്പം ഓവർ സ്മാർട്ട് ആകും. അത് ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മളൽപ്പം നമ്മുടെ സ്വന്തം വീട് കണക്ക് കണ്ടാൽ മതി എന്ന് നമ്മൾ വീട്ടിൽ വരുന്ന അതിഥിയോട് പറയും, ഒരു അന്യ വീട് പോലെ കാണണ്ട, നമ്മൾ അടുക്കളയിൽ കയറി നിൽക്കുക അവസാനം വരുന്ന ആൾ. ആ രീതിയിൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ നമുക്ക് കിട്ടുന്ന ഒരു ഇളവ് ദുരുപയോഗപ്പെടുത്താറുണ്ട്. റസൂലിന്റെ മുമ്പിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അഭിപ്രായം പറയാൻ. പക്ഷേ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും അഭിപ്രായങ്ങൾ അവർ ഏകാധിപത്യ ശൈലിയിലേക്ക് മാറുകയും ചില ആൾക്കാരൊക്കെ അവരുടെ അഭിപ്രായം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ റസൂലിനെ പോലും കവച്ചു വെക്കുന്ന വിധത്തിൽ ശബ്ദം ഉയർത്തുകയും ചെയ്തു. ചില സാഹചര്യങ്ങൾ റസൂലിനേക്കാളും ഉയർന്ന ശബ്ദത്തിൽ കാര്യങ്ങൾ പറയുക റസൂലിന് മുമ്പിൽ തന്നെ. വഹി ഇറങ്ങുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് കാര്യങ്ങൾ സംസാരിക്കുന്നതിരിക്കുമ്പോൾ മനുഷ്യനോട് അഭിപ്രായം പോലും പറയാൻ അനുവാദമില്ല. റബ്ബ് പറയും, അനുസരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ റസൂലിനെ അള്ളാഹു അങ്ങനെയല്ല കൈകാര്യം ചെയ്തത്. റസൂലിന് വലിയ കരുണയുള്ള മയമുള്ളൊരു സ്വഭാവശൈലി കൊടുത്തിട്ട് ജനങ്ങളെ ചേർത്ത് വെക്കാൻ. കാരണം പരുക്കനായാൽ ജനങ്ങൾ ഓടി പോകൂലേ, അടുത്ത് നിൽക്കൂല എന്ന് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇത് മുതലെടുത്ത് ചില ആൾക്കാരൊക്കെ റസൂലിന് മുമ്പിൽ തന്നെ വലിയ വായിൽ അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോൾ ആയത്തിറങ്ങി, അങ്ങനെ പാടില്ല. നിങ്ങൾ പരസ്പരം പറയുന്നത് പോലെ നിങ്ങൾ അന്യോന്യം ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെ നബിയുടെ മുമ്പിലോ അത് പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ അള്ളാഹു നിങ്ങളുടെ അമലുകളെ പൊളിച്ചു കളയും, നിങ്ങളുടെ കർമ്മങ്ങൾ നിൽക്കില്ല എന്ന്. നിങ്ങൾ ചെയ്ത നന്മകൾ ബാത്തിലായി പോകും, നഷ്ടമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് ആയത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പൊതുവെ ശബ്ദം ഉയർന്ന ആളാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ വലിയ ശബ്ദമുള്ള ഒരാളാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ ആയത്തിറങ്ങിയത് അറിയുന്നു. ആ മനുഷ്യന് വലിയ സങ്കടമായി. വഴിയിൽ നിന്ന് കേൾക്കുന്ന റസൂലിന് മുമ്പിലൊന്നുമല്ല. റസൂൽ അടുക്കലേക്ക് വന്ന മനുഷ്യൻ ആ വഴിയിൽ തന്നെ നിന്നിട്ട് മടങ്ങിപ്പോയി വീട്ടിലേക്ക്. പോകുന്ന വഴിയിൽ ആസിം റളിയല്ലാഹു അൻഹു കണ്ടു, എന്ത് പറ്റി, കരഞ്ഞുകൊണ്ട് പോവാണ്, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാ പോകുന്ന ഈ മനുഷ്യൻ. എന്താ കാര്യമെന്ന് അള്ളാഹുവിന്റെ വചനം ഇറങ്ങിയിട്ടുണ്ട്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനല്ലേ വലിയ ശബ്ദത്തിൽ സംസാരിക്കുക, നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആൾ ഞാനല്ലേ, എൻ്റെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വിതുമ്പി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഈ ചർച്ചകൾ കഴിഞ്ഞ് അദ്ദേഹം നേരെ നബിയുടെ അടുക്കലേക്ക് പോയി. ഈ ആസിം റളിയല്ലാഹു അൻഹു എന്താണ് പ്രശ്നം, ഈ സാബിത്തിന്റെ കണ്ണീര് കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ മനുഷ്യനാണെങ്കിൽ വേഗം വീട്ടിൽ പോയിട്ട് കുതിരപ്പന്തിയിലേക്ക് കയറി, കുതിരയുടെ തൊഴുത്തിനകത്ത് കയറിയിട്ട് ഭാര്യ വിളിച്ചു, ജമീല എന്ന് പറയുന്ന ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു പുറത്തു നിന്ന് പൂട്ടിയേക്കാൻ, ഈ തൊഴുത്തിനകത്ത് കിടന്ന് ഞാൻ മരിക്കുമെന്ന്, ഞാൻ പുറത്തിറങ്ങൂലെന്ന്.
ഒന്നുകിൽ ഞാൻ ഇതിനകത്ത് കിടന്ന് മരിക്കും, അല്ലെങ്കിൽ എൻ്റെ റസൂൽ എനിക്ക് മാപ്പ് നൽകി എന്നെ സ്വീകരിക്കും, അതുവരെ ഞാൻ പുറത്തിറങ്ങില്ല. പൂട്ടിയിട്ട് താക്കോല് കളയാൻ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യനെ അകത്തിട്ട് പൂട്ടിയിട്ട് താക്കോൽ അവർ വലിച്ചെറിഞ്ഞു. പിന്നെ ആസിം റളിയല്ലാഹു നബിയുടെ മുമ്പിൽ ചെന്ന് നബിയെ ഈ സാബിത്ത് ബിൻ ഖൈസ് ആയത്തിറങ്ങിയ സാഹചര്യം വലിയ സങ്കടത്തിലാണ്, അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ്, അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് റസൂൽ പറഞ്ഞു. ഇത് അതങ്ങുമല്ല, ഈ ആയത്തിന്റെ താല്പര്യവും അതല്ല, ആ മനുഷ്യന്റെ വിഷയത്തിൽ ഇത് ഇറങ്ങിയിട്ടില്ല, അദ്ദേഹം വിളിച്ചോണ്ട് പോയി, ഞാൻ കാര്യം പറയാമെന്ന്. അദ്ദേഹം തിരക്കി ഇറങ്ങി തിരിച്ച് കണ്ടടത്ത് പോയി, കണ്ടെടുത്തില്ല. അവസാനം വീട്ടിൽ ചെന്നപ്പോൾ ഈ മനുഷ്യൻ തൊഴുത്തിലാണ് കാണുന്നത്. പൂട്ട് പൊളിച്ചിട്ട് ഈ മനുഷ്യന് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ റസൂൽ പറഞ്ഞു, സാബിത്ത് എന്താ നിന്റെ സങ്കടം, നീ എന്താ ഇങ്ങനെ വിഷമിക്കുന്നത്, ഈ വിഷയം നീ ഇതുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ സുസ്ഥിരമായി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയും ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ച് തിരിച്ചുപിടുക്കാണ്. നമുക്കൊരു ആയത്ത് ഇറങ്ങിയപ്പോൾ ആ ആയത്ത് എന്നെ ബാധിക്കുന്ന വിഷയമാണെന്ന് ആലോചിച്ചിട്ട് വിതിമ്പിക്കരഞ്ഞിട്ട് തൊഴുത്തിലേക്ക് മാറിയ ഒരു മനുഷ്യൻ. അങ്ങനെ സഹാബാക്കൾ പ്രതികരിക്കുന്ന ഓരോ ആയത്തിറങ്ങുമ്പോഴും ഈ വിഷയം നമ്മളോടാണ്. നിങ്ങൾ കണക്കാക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുന്ന ഒരു ആയത്തുണ്ട്, ഈ ആയത്ത് എനിക്ക് വേണ്ടിയാണ് ഇറങ്ങിയതെന്ന്. അപ്പൊ ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ, നിങ്ങൾക്ക് വെറും പാഴ്ജന്മങ്ങളായി പടച്ചു വിട്ടിട്ടുണ്ടെന്ന്? നിങ്ങൾ വെറും പാഴ്ജന്മങ്ങളാണ്, കുറേ ദിവസം ഈ ദുനിയാവിൽ ജീവിച്ച് തിന്നു കുടിച്ചിട്ട് അവസാനം മരിച്ച് മണ്ണടിയുന്ന കേവലം പാഴ്ജന്മങ്ങളാണെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആന്റെ ചോദ്യം. അല്ല, അങ്ങനെ ഒരു പാഴ് സൃഷ്ടികളല്ലേ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരപ്പെടും. നിങ്ങളെ ഒട്ടിപ്പിടിക്കുന്ന ബീജത്തിൽ നിങ്ങളെ പടച്ചവൻ, ആ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഉരുമ്പിപ്പോകുന്ന എല്ലുകളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കാൻ റബ്ബിനെ കൊണ്ടാകും. മണ്ണായി തിരിഞ്ഞ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ റബ്ബിനെ കൊണ്ടാകും. റബ്ബ് മടക്കിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മങ്ങൾ അളന്നു തൂക്കിയിട്ട് പ്രതിഫലം നൽകുന്ന ദിവസവും ഉണ്ടാകുമെന്ന് പറയുന്ന വിശദീകരണങ്ങൾ ഈ ആയത്തെടുത്ത് വെച്ചിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതിന്റെ ഉമറിനോട് ചോദിച്ച ചോദ്യമാണ്. റബ്ബ് ഉമറിനോട് ചോദിച്ച ചോദ്യമാണ്, നിന്നെ പാഴായിട്ട് പടച്ചിട്ടില്ല ഉമറെ, നിന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമുണ്ട് എന്ന് സ്വയം വിചാരണ നടത്തിയിട്ട് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവസാനം വരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരണവേളയിൽ പോലും ആ മനുഷ്യൻ പറഞ്ഞ എന്താണെന്നറിയുമോ, മോനെ വാപ്പയുടെ തലയെടുത്ത് മണ്ണിലേക്ക് വെക്കാൻ, വാപ്പയുടെ തലയെടുത്ത് നീ മണ്ണിലേക്ക് വെക്ക്, അള്ളാഹുവിനൽപ്പം കാരുണ്യം തോന്നട്ടെ ഉമറിനോട് എന്ന് പറയുന്നൊരവസ്ഥയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരുവപ്പെടുത്തിയെടുത്തത് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ വാചകങ്ങൾ ആ മനുഷ്യനെ മാറ്റിയെടുത്തത്. നമ്മളോ വർഷത്തിലൊരിക്കൽ റമദാന് തുടക്കത്തിൽ ആദ്യത്തെ 10 എവിടെയോ ഖുർആൻ തുറന്നു നോക്കിയതിന്റെ അഹങ്കാരത്തിലും ജാടയിലും സ്വർഗത്തിന്റെ ഫിർദൗസിലായിരിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ കിടക്കുകയാണ്. ജീവിതത്തിൽ ഖുർആനുമായിട്ട് തെല്ല് ബന്ധമില്ലല്ലോ. ഇന്ന ഖൗം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവന്റെ മുമ്പിൽ പറയേണ്ട സാഹചര്യമുണ്ട് എന്ന് ഖുർആൻ. എൻ്റെ ഈ സമുദായം വിശുദ്ധ ഖുർആനെ അവഗണിച്ചു റബ്ബേ എന്ന് റസൂൽ പറയേണ്ടി വരില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ? ഈ ഖുർആൻ നിങ്ങൾ അവഗണിച്ചു എന്ന് റബ്ബിന്റെ മുമ്പിൽ നമ്മളെ നോക്കി റസൂൽ പറയുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ എന്ത് വിശ്വാസം, എന്ത് മുസ്ലിം, എന്ത് വിശുദ്ധ റമദാൻ? ആലോചിച്ചു മനുഷ്യരെ, ആലോചിച്ചു നിങ്ങൾ. എത്ര ഗൗരവമുള്ള വിഷയമാണ്, എത്ര ഗൗരവത്തോടെയാണ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് എടുത്തു പറഞ്ഞുകൊണ്ട് കരഞ്ഞുപോയ സാഹചര്യം. ഫകൈഫ ഇദാ ജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ. വിശുദ്ധ ഖുർആന്റെ വാചകം, നീ പ്രബോധനം ചെയ്ത ഈ പ്രബോധിത സമൂഹമുണ്ടല്ലോ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർക്കെതിരിൽ താങ്കളെ ഞാൻ സാക്ഷിയായി കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന്. ഇവരെല്ലാവരും ഈ ഖുർആൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത 23 വർഷം കൊണ്ട് അല്ലാഹുവേ നീ എന്നിലൂടെ അവതരിപ്പിച്ച നിന്റെ സന്ദേശങ്ങൾ ഞാൻ സമർപ്പിച്ചു പോയിട്ട് പുറംകാല കൊണ്ട് തൊഴിച്ചു കളഞ്ഞ നന്ദിയില്ലാത്ത സമൂഹമായി പോയി എൻ്റെ സമുദായം എന്ന് റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കേണ്ട ഒരവസ്ഥയിൽ ഈ പ്രവാചകൻ വന്നു നിൽക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ വിതുമ്പി കരഞ്ഞുപോയി റസൂൽ. എത്ര വലിയ ദുർഭാഗ്യമാണ്, എത്ര വലിയ നിർഭാഗ്യമാണ് റസൂലിനെ സംബന്ധിച്ചിടത്തോളം. ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണോ പ്രവർത്തിച്ചത്, ആർക്ക് വേണ്ടിയാണോ ത്യാഗം സഹിച്ചത്, അതേ ഉമ്മത്തിനെതിരിൽ സംസാരിക്കേണ്ട ഒരു പ്രവാചകൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം റസൂലിന് പറയേണ്ടി വരില്ല. അതിന് കാരണക്കാരായി നിൽക്കേണ്ട നമ്മളോ? ഈ ഖുർആൻ നമ്മൾക്ക് അങ്ങനെ വിട്ടുകളയാവുന്ന ഗ്രന്ഥമാണോ? അങ്ങനെ ഉപേക്ഷിക്കാവുന്ന ഗ്രന്ഥമാണോ? എത്ര മഹത്തായ ഗ്രന്ഥമാണ്, എത്ര മഹത്തായ വാചകങ്ങളാണ്. ലോകത്തിൽ നിന്നും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഗ്രന്ഥം. അതെടുത്ത് നോക്കണ്ടേ നമ്മൾ? എന്നും ലോകത്ത് ഇസ്ലാം വളരുന്നുണ്ട് എങ്കിൽ, ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് പാശ്ചാത്യ ലോകത്തു നിന്ന് പോലും ആൾക്കൂട്ടങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമല്ലേ ഉള്ളൂ. മുഹമ്മദ് നബി കണ്ടിട്ടാണോ? റസൂൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ ചരിത്രമാണ്, കേട്ടുകേൾവിയിലെ അറിവാണ്. ഇന്നും ഇവിടെ നിൽക്കുന്ന ലൈവിൽ നിൽക്കുന്നത് വിശുദ്ധ ഖുർആന്റെ വാക്കുകളാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അതിന്റെ വാചകങ്ങളാണ് മനുഷ്യനെ ഇന്നും ഇസ്ലാമിലേക്ക് എടുപ്പിക്കുന്നത്. അതിന്റെ ഓരോരുത്തരെയും ഇംപ്രസ് ചെയ്യുന്നത് ഓരോ മേഖലയായിരിക്കും. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വിശുദ്ധ ഖുർആൻ ചില പഠന അധ്യാപനങ്ങൾ, വർണ്ണവിവേചനങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിന്റെ സംസാരം, ഉച്ചനീചത്വങ്ങൾ ഉടച്ചെഴുതുന്ന ഇസ്ലാമിന്റെ വാചകങ്ങൾ,
ചില ആൾക്കാർ അതിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. മുഹമ്മദ് അലിയെ പോലെയുള്ള ആൾക്കാർ അമേരിക്കയിലെ ഗോൾഡ് മെഡലിന്റെ ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നേടിക്കൊണ്ട് അമേരിക്കയിലേക്ക് കടന്നു വന്നിട്ട് അവസാനം വർണ്ണത്തിന്റെ പേരിൽ, കറുത്തവനായതിന്റെ പേരിൽ അവഗണിക്കപ്പെട്ട് നിന്ന ഒരു നിമിഷത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് ഖുർആന്റെ അധ്യാപനമാണ്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. നിങ്ങളെല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്, ഇവിടെ വർണ്ണവിവേചനമില്ല എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ മനുഷ്യന് താല്പര്യം ഉണ്ടായത്. അങ്ങനെ ഓരോരുത്തരെയും ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങളാ. അങ്ങനെ എത്ര ആൾക്കാർ ഇന്നും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ, അതിന്റെ ആശയങ്ങൾ ഖുർആൻ റമദാൻ മാസത്തിൽ റിപ്പീറ്റ് 1ഉം 2ഉം ആവർത്തി പരിപൂർണമായി റമദാൻ മാസത്തിൽ കേൾക്കുകയും അതുകൊണ്ട് സമാധാനമടയുകയും ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട്. ഹോളിവുഡ് സിനിമാ താരങ്ങൾ പോലും പല ആൾക്കാരും നമ്മളെ കാണുമ്പോൾ പല സെലിബ്രിറ്റികളും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വിട്ടുപിടിച്ചു എന്ന് കണക്കാക്കുന്ന പല ആൾക്കാരും ജീവിതത്തിൽ അനുഭവിക്കുന്ന മനസ്സംഘർഷങ്ങൾ അവരാരെയും പുറത്തു കാണിക്കാറില്ല. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പല ആൾക്കാരും അഭയം തേടുന്നത് ഒരേ ഒരിടത്ത് വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമുകളിലാണ്. ആ വാക്കുകൾക്ക് ആ മാസ്മരികതയുണ്ട്. മനുഷ്യരെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമത് ഈമാൻ ഉണ്ടാകണം. അള്ളാഹുവിന്റെ കലാം എന്ന വിശ്വാസത്തോടെ അതിനെ സമീപിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകണം. റബ്ബിന്റെ കലാമാണെന്ന നിലയിൽ അതിനെ കേൾക്കാൻ, അത് വായിക്കാൻ, അത് പഠിക്കാൻ. ഖുർആൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കും നബിയെ, മനുഷ്യരെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഒരു സന്ദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ സന്ദേശങ്ങളുടെ ഒരു ഏടാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള മെസ്സേജ്, റബ്ബിന്റെ ഭാഗത്ത് നിന്ന്. ആരാനോ അയച്ച വാട്സപ്പ് മെസ്സേജൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ആവേശവും ഒക്കെ എന്തുമാത്രം ചാറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മെസ്സേജുകൾക്ക് വേണ്ടി നമ്മൾ എത്രയാണ് കാത്തിരിക്കുന്നത്. അവരുമായിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ, അല്ലെങ്കിൽ അവരുമായി വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, ഒരു ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ നമ്മൾ സംസാരിക്കണം നമ്മളെ പ്രിയപ്പെട്ടവരുമായിട്ട്. എല്ലാവരെയും കേൾക്കാൻ നമുക്ക് സമയമുണ്ട്, എല്ലാവരും അയച്ചത് വായിക്കാൻ നമുക്ക് സമയമുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും നമുക്കുണ്ട്. പക്ഷേ റബ്ബിനെ മാത്രം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. അള്ളാഹു പറഞ്ഞത് മാത്രം നമുക്ക് വേണ്ട. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നില്ല, മടുപ്പാണെന്ന് നമുക്ക്, അല്ലെ? മടുപ്പാണ്, എടുത്ത് വെക്കുമ്പോൾ തന്നെ മടുപ്പാ. അത് വായിക്കാനേ ഒരു മടുപ്പാ, നമുക്ക് താല്പര്യം തോന്നുന്നില്ല. വാലും തലയും ഒന്നും മനസ്സിലാവാത്ത പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. കാരണം എന്തുകൊണ്ടെന്നറിയാം, നമുക്കതിന് ഗൗരവം മനസ്സിലായിട്ടില്ല, അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാക്കിയവർ തറയിൽ വെച്ചിട്ടില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമയുണ്ടല്ലോ, അബൂജഹലിന്റെ മകൻ ഇക്രിമ, ഇസ്ലാമിന്റെ കൊടിയ ശത്രു, ആധുനിക ഫറോവ എന്ന് ഷഹാബാക്കൾ വിളിച്ച അതേ മനുഷ്യൻ, വാപ്പയുടെ വഴിയെ സഞ്ചരിച്ച ഇക്രിമ, വാപ്പയുടെ അതേ രൂപത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളെ വേട്ടയാടി സന്തോഷിച്ച ഒരു സാഡിസ്റ്റായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ. പക്ഷെ പിൽക്കാലത്ത് ആ മനുഷ്യൻ നമ്മൾ കാണുന്നത് പള്ളിക്കകത്താണെന്നറിയും. ഒരു കാലത്ത് വിശ്വാസികളെ വേട്ടയാടി അവർ നൊമ്പരപ്പെടുമ്പോൾ സന്തോഷിക്കുന്ന, അവരെ കണ്ണീര് കാണുമ്പോൾ ചിരിക്കുന്ന ഇക്രിമത്ത് ബിൻ അബീ ജഹൽ പിന്നെ കാണുന്നത് മദീന പള്ളിക്കകത്ത് അല്ലാഹുവിന്റെ കലാം തുറന്നു വെച്ച് പാരായണം ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചത് ചുംബിച്ച് അതിലേക്ക് വിതുമ്പിക്കരഞ്ഞ് കണ്ണീര് വിട്ടുന്ന അൽവാഹുകളും വെച്ചിട്ട് അതാ കലാമു റബ്ബി, അതാ കലാമു റബ്ബി എന്ന്, ഇതെന്റെ റബ്ബിന്റെ കലാമാണ്, ഇതെന്റെ റബ്ബിന്റെ കലാമെന്ന് പറഞ്ഞ് മനുഷ്യൻ ഖുർആന്റെ മുമ്പിൽ വിതുമ്പി നിന്നിട്ടുണ്ട്. അതാ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. അങ്ങനെ ഒരു മനുഷ്യനെ മാറ്റിയെടുത്ത ഖുർആനാണ്. പക്ഷെ നമുക്ക് ഈ ഖുർആൻ എടുത്തിട്ട് ഒന്നും തോന്നുന്നില്ല, നമുക്ക് വെറുപ്പും മടുപ്പും തോന്നുന്നു. ഈമാൻ എവിടെ മനുഷ്യൻ ശരിയായിട്ടുള്ളത്? നമ്മൾ പടച്ചവന്റെ വിശ്വാസം പോലും ശരിയായിട്ടില്ല. പിന്നെ ചെറുതിലേ മുതൽ ചുട്ടയിലെ ശീലം പഠിച്ചതുകൊണ്ട് ചുടലമുறை ഉണ്ടാകുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതുപോലെ ചെറിയ പ്രായം മുതലേ കഴിഞ്ഞൊരു തലമുറയെ സംബന്ധിച്ചോളം ഈ തലമുറയ്ക്ക് അതുമില്ല. ശീലങ്ങളിൽ പോലും ഇസ്ലാമില്ല. നമ്മുടെയൊക്കെ ശീലത്തിന്റെ ഭാഗമായി റമദാൻ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്, നോമ്പാണ്, ചിലപ്പോഴൊക്കെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകണം, പള്ളിക്കകത്തൊരു നമുക്ക് ഈ കെട്ടിടത്തിനകത്ത് കയറി ഇറങ്ങിപ്പോകാൻ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്, നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്. ആ സ്വാതന്ത്ര്യമൊക്കെ വല്ലപ്പോഴും ഉപയോഗപ്പെടുത്തണ്ടേ? അല്ലാതെ എല്ലാവരും ചാടി വന്ന് കയറി കെട്ടിടത്തിനകത്ത്. എന്നാണ് ഈ കെട്ടിടമെന്ന് പോലും പുറത്ത് നിങ്ങൾ പലർക്കും അറിയില്ല. ഈ കെട്ടിടം എന്താണ്, എന്തിനാണെന്ന് പോലും അറിയാതെ ചില ആൾക്കാർ പുറത്തുണ്ട്. പക്ഷെ നമ്മളൊക്കെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ചെറുപ്രായത്തിലേക്ക് ഇതിനകത്ത് കയറി കളിച്ചൊക്കെ പോയതുകൊണ്ട് ഇപ്പോഴും വല്ലപ്പോഴും ഇതിനകത്ത് കയറുന്നുണ്ട്, ഇവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഒന്നും എടുക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കി പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒരു ഓട്ടോമാറ്റിക് സംഭവിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈമാനൊന്നും നമ്മുടെ ഹൃദയത്തെ ബാധിച്ചിട്ടില്ല. വിശ്വാസപരമായി ഒരു തരിയുടെ വേലിയേറ്റം പോലും ഈ മനസ്സിൽ കൊണ്ടുവരാൻ റമദാന് പോലും കഴിഞ്ഞിട്ടില്ല. റമദാൻ പോലും തോറ്റുപോയി, അള്ളാഹു നടപ്പിലാക്കിയ വിശുദ്ധ ഖുർആൻ പോലും തോറ്റുപോകുന്നു നമ്മുടെ ഈ മനസ്സുകൾക്ക് മുമ്പിൽ. ഈ പൂർവികരായ സമൂഹത്തിന്റെ ഹൃദയങ്ങൾ കടുത്തുപോയതുപോലെ നമ്മുടെ ഹൃദയവും കടുത്തുപോയോ? അല്പകാലഘട്ടം കൂടുതൽ കഴിഞ്ഞു പോയത് കൊണ്ടാണോ? ഖുർആന് പഴക്കം പോന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? ഇത് തന്നെയല്ലേ എല്ലാ വർഷവും? ഇത് തന്നെയല്ലേ എല്ലാ വർഷവും പറയുന്ന ഖുർആൻ തന്നെയല്ലേ? ഇതല്ലാതെ പുതിയൊന്നും അവതരിക്കുന്നില്ലേ എന്ന്? ആകാശത്ത് നിന്ന് ഇനി വരട്ടെ പുതിയ വചനങ്ങൾ.
എന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ മലക്കുകൾ നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങട്ടെ എന്നിട്ട് നോക്കാം എന്ന് കാത്തിരിക്കുകയാണോ നിങ്ങൾ? ഇനിയും പ്രവാചകന്മാർ വരുമെന്നോ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊരാൾ ഒരു പ്രവാചകനാക്കപ്പെടുമെന്നോ, ഇനിയും മലക്ക് വഹിയുമായി വരുമെന്നോ അങ്ങനെ നിങ്ങൾ കണക്കാക്കി കാത്തിരിക്കുകയാണോ? അവസാനം വരെയുള്ള മനുഷ്യൻ ഈ ഖുർആൻ തന്നെയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിദൂൻ. പടച്ചവന്റെ ഗ്രന്ഥം ഇവിടെയുണ്ട്. ഒരു വെല്ലുവിളിയായി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഇത് എന്നെ കീഴടക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഇരിക്കാം. വായിക്കും, നിങ്ങൾ പഠിക്കുക, ഓരോ വാചകങ്ങളും നിങ്ങളെ പിടിച്ചുലയ്ക്കും. ഈ ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് കുറച്ചുകൂടി പച്ചയായി ഇസ്ലാമിനെ വിമർശിക്കണം എന്നതായിരുന്നു താല്പര്യം. ഒരു ഹോളണ്ടുകാരനെ സംബന്ധിച്ച് പാർലമെന്റ് അംഗം കൂടിയാണ്. അയാൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ പുറത്തു വന്നു. അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിച്ചും കളിയാക്കിയും അതിനൊക്കെ വലിയ മാർക്കറ്റിൽ സ്വീകാര്യത ഉണ്ടായി. ഇന്ന് മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ ഒന്നേ ഉള്ളൂ, ഖുർആനെ പരിഹസിക്കുക, അള്ളാഹുവിനെ പരിഹസിക്കുക, അതിനൊക്കെ എന്ത് ചെയ്യും, റസൂലിനെ പരിഹസിക്കുക. ശ്രദ്ധിക്കപ്പെടാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇതാണ്. ആന്റി ഇസ്ലാമിസ്റ്റ് ആവുക, അതിന് ഏറ്റവും നല്ലത് എക്സ് മുസ്ലിം എന്നൊരു പേര് കൊടുത്താൽ അതാണ് ഏറ്റവും നല്ലത്. എക്സ് മുസ്ലിം എന്നതുപോലും അഡ്രസ് ആക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് കളിയാക്കാനുള്ള ഖുർആനെയാണ്. മുസ്ലിം എന്നത് വെച്ചിട്ട് അവർ അപ്പോഴും ഐഡന്റിറ്റി ഇല്ല. എക്സ് എന്ന് വെച്ചിട്ട് മുമ്പ് മുസ്ലിം ആയിരുന്നു എന്നത് ഐഡന്റിറ്റി ആക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഇസ്ലാം എത്രത്തോളം പ്രസക്തമാണ് എന്ന്. അല്ലാതെ സ്വയം ഐഡന്റിറ്റി ഇല്ല, എന്നിട്ട് അവർ മാറി നിന്ന് വിശുദ്ധ ഖുർആനെ പരിഹസിക്കും. കഥയില്ലാതെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ആക്ഷേപ വാക്കുകൾ, വെറും വിടുവായത്തങ്ങൾ പറയുമ്പോൾ അത് വിജയിപ്പിക്കണമെന്നും കളിയാക്കപ്പെടുന്നത് ഖുർആനാണെന്നും കളിയാക്കപ്പെടുന്ന മുസ്ലിമീങ്ങളാണെന്നും എന്ന ഒരേ ഒരു ചേതോവികാരത്തിന്റെ പേരിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെ പണിയെടുക്കുന്ന കുറെ വിഡ്ഢിക്കുഷ്മാണ്ഡങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കണ്ടമാനം ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് സിനിമകൾ വിജയിപ്പിക്കാൻ വേണ്ടി പോലും ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഈ ഇസ്ലാം വിരോധം മുസ്ലിമീങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് സിനിമകൾ ഇറക്കുക, എന്നിട്ട് ഒരു പ്രൊപ്പഗണ്ട സിനിമ ഇറക്കിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കുക. വിവാദം ഉണ്ടാക്കുമ്പോൾ ജനങ്ങൾ വലിയൊരു ശതമാനം വിഡ്ഢികൾ വിചാരിക്കും നമ്മൾ 10-100 രൂപ കൊടുത്താൽ പടം വിജയിപ്പിക്കണം, ഈ മുസ്ലിമീങ്ങളെ കളിയാക്കുന്ന സിനിമയാണെന്ന്. സിനിമയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ ഇവിടെ നടക്കുന്ന ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുക എന്നുള്ള നിലയിലാണ്, വിനോദം എന്ന നിലയിൽ അപ്പോൾ ആൾക്കാരും കയറി കാണുക. അവർ കുറെ അധ്വാനിച്ച പൈസ കൊണ്ട് സിനിമയ്ക്കൊക്കെ പോകുന്ന രീതി എങ്ങനെയാണ് നാട്ടിൽ. പക്ഷെ ഇപ്പോൾ പല ആൾക്കാർ സിനിമയ്ക്ക് പോകണവരും ഇസ്ലാമിനെ കളിയാക്കി ഇറക്കിയ സിനിമയാണ്, അതുകൊണ്ട് നമ്മൾ കണ്ട് വിജയിപ്പിക്കണമെന്ന് ഒരു ധാർമ്മിക രോക്ഷം ഉൾക്കൊണ്ട് നടക്കുന്ന വിഡ്ഢികളായ ഒരു സമൂഹം. ഇത്തരം പമ്പര വിഡ്ഢികളെ വഞ്ചിച്ചിട്ട് ഇവിടെ ഭരണകൂടങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ഇവിടെ സിനിമാക്കാർ വിജയിക്കുന്നുണ്ട്, സാഹിത്യകാരന്മാർ വിജയിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചാനലിലുള്ള എത്തിസ്റ്റുകൾ, എക്സ് മുസ്ലിംസുകളൊക്കെ വിജയിക്കുന്നത് ഈ മണ്ടന്മാരെ കൊണ്ടാണ്. കുറെ മണ്ടന്മാർ ഇങ്ങനെയുണ്ട്. അവർക്ക് ആദർശമില്ല, അവർക്ക് ജീവിത പദ്ധതികളില്ല, സംസ്കാരങ്ങളില്ല. മറ്റുള്ളവനെ കളിയാക്കുമ്പോൾ, ഇസ്ലാമിനെ ചെറി വിളിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ആനന്ദം. അങ്ങനെ ആനന്ദം കൊള്ളുന്ന ആൾക്കാർ പോലും ഇന്ന് എടുത്തു വരുത്തുന്ന വിശുദ്ധ ഖുർആൻ, അങ്ങനെ ഉയർത്തി വന്നൊരു ഖുർആനാണ് ഈ മനുഷ്യനും. കുറച്ചുകൂടി മൂർച്ച കൂട്ടാമെന്ന് കണക്കാക്കി അവസാനം കുറച്ചുകൂടി മൂർച്ച കൂട്ടിയിട്ട് പഠിച്ച് പറയാം എന്ന് കണക്കാക്കി ഖുർആനും പഠിക്കാണ്ടിരുന്നു. പഠിച്ചിട്ട് വിമർശനം എഴുതാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഗ്രന്ഥം പൂർത്തിയായില്ല. എഴുതിക്കൊണ്ടിരുന്നു. ഓരോ വാചകങ്ങൾ കിട്ടുമ്പോഴും ആദ്യം ഇതെങ്ങനെ കളിയാക്കി എഴുതാം, ഇതെങ്ങനെ വിപരീതമായ ആശയം ഉണ്ടാക്കാം, ഇതെങ്ങനെ പരിഹസിക്കാം എന്ന നിലയിൽ ഓരോ പരിഹാസങ്ങൾ ഒപ്പം എഴുതി വന്നു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമാകുന്നതിന് മുമ്പ് ആ മനുഷ്യന് ഗ്രന്ഥം അടച്ചു, അവസാനിപ്പിച്ചിട്ട് ആ ഖുർആന്റെ മുമ്പിൽ ആ മനുഷ്യൻ കീഴടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചു പരസ്യമായിട്ട്. അങ്ങനെ എത്ര മനുഷ്യരെയാണ് ഇന്നും വെല്ലുവിളിക്കുന്ന ഖുർആൻ. നിങ്ങൾ കയ്യിലെടുത്തിട്ട് പഠിക്ക്, വായിച്ചു നോക്ക്, നിങ്ങളെ കീഴടക്കാതെ ഖുർആൻ കടന്നു പോകില്ല. അത്രയും മാസ്മരികമായ വചനങ്ങൾ. ഇത് അള്ളാഹുവിന്റെ വാക്കല്ലേ, റബ്ബിന്റെ വാക്കല്ലേ. അള്ളാഹുവിന്റെ സൃഷ്ടികളായ നമ്മുടെ മനസ്സും മനസ്ഥിതിയും നമ്മുടെ കഴിവുകേടുകളും നന്നായി അറിയുന്നവന്റെ വാചകം മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയത് കൊണ്ട് മനുഷ്യനെ കീഴടക്കാൻ ധാരാളമാണ് ഖുർആൻ. ഇതിനപ്പുറത്തേക്കൊരു പരിവർത്തനത്തിന്റെ ആവശ്യമില്ല, ഇതിനപ്പുറം ഒരു തിരുത്തലിന്റെ ആവശ്യമില്ല. അന്യൂന്യമായ സമ്പൂർണമായ ഗ്രന്ഥം, ന്യൂനതകളൊന്നുമില്ല. ഇത് സമ്പൂർണമായ ആശയാവിഷ്കാരമുള്ള വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഖുർആന്റെ മഹത്വവും അതിന്റെ ആശയങ്ങൾ ഉള്ളടക്കവും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സമുദ്രം മുഴുവൻ മഷിയാക്കി നിങ്ങൾ എഴുതാനിരുന്നാലും സമുദ്രം പറ്റിപ്പോവുകയല്ലാതെ ഖുർആന്റെ വിശദീകരണം അവസാനിക്കില്ല എന്ന് അത്രയും അർദ്ധഗർഭമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് വിശുദ്ധ ഖുർആന്റേതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പഠിച്ചു തീരില്ല മനുഷ്യർ, നിങ്ങൾ ഇതിന്റെ പുതുമ ഒരിക്കലും അവസാനിക്കില്ല. ഓരോ ആയത്തുകളിലുമുള്ള പുതുമകൾ ഒരിക്കലും അവസാനിക്കില്ല. അതിൻ്റെ ഉള്ളടക്കങ്ങൾ അറിയും തോറും ആവേശം കൂടുന്ന മഹത്തായ ഒരു വിജ്ഞാനത്തിന്റെ സാഗരമാണ് വിശുദ്ധ ഖുർആൻ. ആ അറിവിന്റെ നിറകുടമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കാന ഖുർആനൻ യംശി അലൽ അർള് എന്ന്. റസൂലിനെ സ്നേഹിക്കുന്നവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് മുമ്പിൽ വെക്കുന്നത് ഒരേ ഒരു കാര്യം, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബിയെ, താങ്കളെ സ്നേഹിക്കുന്നുണ്ടോ? താങ്കൾ അനുസരിക്കാൻ പറ. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? താങ്കളെ അനുസരിക്കാൻ പറ.
അള്ളാഹു നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിലും റസൂലിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിലും റസൂലിന്റെ ജീവിതം നിങ്ങൾ ഫോളോ ചെയ്യണം. റസൂലിന്റെ ജീവിതം എന്തായിരുന്നു എന്ന് പ്രിയപ്പെട്ടവൾ പറഞ്ഞു. ആയിഷ ബി പറയുന്നു, കാന ഖുർആൻ യംശി അലൽ അർള്, ഭൂമിയിലൂടെ നടന്നുപോയ 2 കാലുള്ള ഖുർആനായിരുന്നു എന്ന്. ആരായിരുന്നു മുഹമ്മദ് നബിയുടെ? മുഹമ്മദിന്റെ ജീവിതം എന്താണെന്ന് വളരെ മനോഹരമായ ഭാഷയിൽ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. കാന ഖുർആൻ യംശി അലൽ അർള്, ഭൂമിയിലൂടെ നടന്നുപോയ ഖുർആൻ. അതാ ഖുർആൻ എന്തായിരുന്നു, അത് ജീവിതത്തിൽ പകർത്തി റസൂൽ. അതാ പ്രവാചകന്റെ ജീവിതത്തിന്റെ മഹത്വം, അതാ പ്രവാചക ജീവിതത്തിന്റെ ഉത്കൃഷ്ടത. അതാ ഇന്നും ലോകം എന്ത് ആ പ്രവാചക ജീവിതത്തിന് മുമ്പിൽ, ആ മഹത്വത്തിന് മുമ്പിൽ കീഴടങ്ങുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം ഈ ഖുർആൻ പകർത്തിയെന്ന് തന്നെയാണ്. അതുപോലൊരു മുഹമ്മദ് നബി, അതിനുശേഷമുള്ള അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അങ്ങനെയുള്ള സഹാബാക്കളെ ഇന്നും വാർത്തെടുക്കാൻ അവശേഷിക്കുന്ന വിജ്ഞാനത്തിന്റെ സാഗരമാണ് വിശുദ്ധ ഖുർആൻ. പക്ഷേ തുറന്നു നോക്കാൻ നമുക്ക് മനസ്സ് വേണ്ടേ? ഇത് പഠിക്കാനും പകർത്താനും നമുക്ക് താല്പര്യം വേണ്ടേ? അതുകൊണ്ട് ഇതൊരു പ്രതിജ്ഞയുടെ സമയമാണ്. ഇത് റമദാൻ അവസാനിക്കുന്നു, ഇനി എല്ലാം അടച്ചു പൂട്ടിവെച്ച് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി ആവേശത്തോടെ ആഘോഷങ്ങളിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ആലോചിച്ചിട്ട് ഇല്ല, അവസാനിപ്പിക്കില്ല, ഇതൊരു തുടക്കമാകട്ടെ. നമുക്ക് ഇനി മുതൽ ഖുർആൻ ഡിസൈൻ ചെയ്യും. നമ്മുടെ ജീവിതം, നമ്മുടെ കച്ചവടം ഖുർആൻ പറയുന്നത് പോലെ, നമ്മുടെ ജീവിതം ഖുർആൻ പറയുന്നത് പോലെ, നമ്മുടെ ദാമ്പത്യം ഖുർആൻ പറയുന്നത് പോലെ, നമ്മുടെ എല്ലാം സർവവും അള്ളാഹുവും റസൂലും പറയുന്നത് പോലെ ഞാൻ ഇനി പ്രവർത്തിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്യാൻ, വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കാൻ, അതിനെ മുമ്പിൽ വെച്ച് അത് വഴികാട്ടിയായി അതിന്റെ പുറകെ നടക്കാൻ, അതിനുവേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ എടുക്കേണ്ട നിമിഷമാണ്. റമദാന്റെ അവസാന വെള്ളിയാഴ്ചയായിരിക്കാം ഒരു പക്ഷേ ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ അവസാനത്തെ സന്ദേശമായി സ്വീകരിക്കണം ഈ റമദാൻ മാസത്തെ. അതുകൊണ്ട് റമദാൻ മാസം അവസാനിച്ച് കടന്നാലും ഖുർആൻ നമ്മൾ കൈയൊഴിയാൻ പാടില്ല. ഈ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി. റബ്ബാണ്, റബ്ബിന്റെ പ്രതിരൂപമാണ്, പ്രതീകമാണ് ഖുർആൻ. അള്ളാഹുവാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ഖുർആനിലൂടെ. അള്ളാഹുവാണ് നമ്മളോട് സംസാരിക്കുന്നത് ഖുർആനിലൂടെ. അള്ളാഹുവാണ് നമ്മളെ സാന്ത്വനപ്പെടുത്തുന്നത് ഖുർആനിലൂടെ. അള്ളാഹുവാണ് നമ്മളോട് കൂട്ടുകൂടുന്നത് ഖുർആനിലൂടെ. അള്ളാഹുവാണ് നമ്മൾ ഗുണദോഷിക്കുന്നത് ഖുർആനിലൂടെ. അള്ളാഹുവാണ് നമ്മൾ താക്കീത് ചെയ്യുന്നത് ഖുർആനിലൂടെ. റബ്ബാണോ ഇത്? വെറും ഗ്രന്ഥമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പടച്ചവനാണ്, പടച്ചവന്റെ പ്രതീകമാണ് ഈ ഗ്രന്ഥമെന്ന് മനസ്സിലാക്കുക. അപ്പോഴേ ഖുർആൻ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത് കേവലം സാഹിത്യ പുസ്തകമല്ല എന്ന് മനസ്സിലാവുള്ളൂ. അത് കയ്യിലെടുക്കുമ്പോഴേ കൈ പറക്കുള്ളൂ, അങ്ങനെ വായിക്കുമ്പോഴേ കണ്ണ് നിറയുള്ളൂ. അപ്പോഴേ വിധമാ നമ്മളെ കൊണ്ട് കഴിയത്തുള്ളൂ. ഗൗരവത്തോടെ ചിന്തിക്ക്. അള്ളാഹു പരിവർത്തനം നല്ല ചെറിയൊരു വാക്കല്ല, ആ പരിവർത്തനത്തിന് വിധേയമാകുന്ന ബോധത്തിൽ ഈ മാസത്തെയും ഇനിയുള്ള നിമിഷങ്ങളെയും മാറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.